എല്ലാവർക്കും സൗമ്യാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്രിസ്പി കൂന്തൽ ഫ്രൈ അല്ലെങ്കിൽ ക്രിസ്പി സ്ക്വിഡ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുറേ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഒരു സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു 100 ഗ്രാം കൂന്തളാണ്. അത് ഇതുപോലെ റൗണ്ടായിട്ട് കുറച്ച് തിക്കായിട്ട് റിങ്സ് ആയിട്ട് ഞാനിവിടെ കട്ട് ചെയ്തിട്ട് ഉണ്ട്. ഇപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത കൂന്തളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു ബൗളിൽ ഇവിടെ ഒരു 1/2 കപ്പ് മൈദ ഇടുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് കോൺഫ്ലവറും കൂടി ഇടുകയാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും. എരിവിനാണ് കുരുമുളകിൻ്റെ പൊടി യൂസ് ചെയ്യുന്നത്. അധികം സ്പൈസി അല്ലാത്തൊരു റെസിപ്പിയാണിത്. പിന്നെ ഒരു ഓപ്ഷണലാണ്, ഞാനിവിടെ മിക്സഡ് ഹെർബ്സ് ഒരു 1/4 ടീസ്പൂൺ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇൻഗ്രീഡിയൻസ് ഉപ്പും എല്ലാം കുരുമുളകിൻ്റെ പൊടിയും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് യോജിക്കണം. എന്നിട്ട് നമ്മളിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തളിൻ്റെ റിങ്സ് ഈ മൈദ കോൺഫ്ലവർ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ വെള്ളമില്ലാതെ വേണം ഇടാനായിട്ട്. എല്ലാം കൂന്തളിൻ്റെയും എല്ലാം റിങ്സിലും ഈ മിക്സ് നന്നായിട്ട് ഒന്ന് കോട്ടാവണം. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മൾ വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഓരോരോ റിങ്സിൽ നന്നായിട്ട് നമ്മുടെ മൈദ കോൺഫ്ലവർ മിക്സ് കോട്ടായിട്ടുണ്ടാവും. ഇനി ഇവിടെ ഒരു മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുട്ട നന്നായിട്ട് ഒരു കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോരോ കൂന്തളിൻ്റെ റിങ്സ് എടുത്തിട്ട് ആദ്യം നമുക്ക് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യണം. ഇവിടെ ഞാൻ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. സോ ആദ്യം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്യണം. ഇതുപോലെ ഓരോരോ കൂന്തളിൻ്റെ പീസസ് ആയിട്ട് എടുത്താലാണ് തനിയെ എടുത്ത് ഇതുപോലെ കോട്ട് ചെയ്തിട്ട് നമുക്ക് വെക്കാം. എന്നാലാണ് സെപ്പറേറ്റ് ആയിട്ട് സിംഗിൾ പീസസ് ആയിട്ട് വറക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിൽ നമുക്ക് തനിയെ മാറ്റി വയ്ക്കാം. ഇനി ഇതേപോലെ എല്ലാ കൂന്തളിൻ്റെയും റിങ്സ് ഇതുപോലെ മുട്ടയിലും ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് തനിയെ എടുത്ത് വയ്ക്കാം. ഇപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ കൂന്തളുടെ റിങ്സും എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ പണി ഈസിയാവും. നമുക്ക് വേഗം അത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഓരോരോ റിങ്സായിട്ട് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു സ്ക്യൂവർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ ഓരോന്ന് എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒന്ന് ബ്രൗൺ ആയതിനു ശേഷം സൈഡ് തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഒരു സൈഡൊന്ന് ബ്രൗൺ ആയി, ഇനി സൈഡ് തിരിച്ചിടുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതൊരു ഡിന്നറിന് ഒരു സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോഴൊക്കെ അവർക്ക് കൊടുക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ തനിയെ ഞാൻ കോരിയെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ റിങ്സ് നമ്മൾ തനിയെ ഇടുന്ന കാരണം നമുക്ക് പെട്ടെന്നത് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ക്രിസ്പി കൂന്തൽ ഫ്രൈ ഇവിടെ റെഡിയാണ്. ഇത് നല്ലൊരു ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ ഒരു ടൊമാറ്റോ ചില്ലി സോസോ അല്ലെങ്കിൽ മയോണീസിൻ്റെ കൂടെയൊക്കെ തൊട്ട് കഴിക്കാൻ നല്ല
ടേസ്റ്റാണ്. അപ്പോൾ സീ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.